Hey guys, welcome back to another video. എൻ്റെ പേര് അൽഫി. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അഗെയിൻ ഡ്രസ് ഹോൾ വീഡിയോ ആണ്. ഞാൻ സ്നാപ്ഡീലിൽ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്ത കുറച്ച് പ്രൊഡക്റ്റിൻ്റെ റിവ്യൂവും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ഇതുവരെ സ്നാപ്ഡീലിൽ ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു. സ്നാപ്ഡീലിൽ നിന്ന് എനിക്ക് പർച്ചേസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ആ പ്രോഡക്റ്റ് എങ്ങനെയുണ്ട് ക്വാളിറ്റി ഒക്കെ എന്ന് അറിയാൻ വേണ്ടി നല്ലൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ പ്രൊഡക്റ്റൊക്കെ കൊള്ളാവോ, മെറ്റീരിയൽസ് എങ്ങനെയുണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളും ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് അതിനടുത്തുള്ളൊരു ബെല്ലൈക്കൺ ഉണ്ട്, അത് ഓൾ എന്ന ഓപ്ഷനിലാക്കി. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആക്കിയിട്ട്. ദെൻ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ദെൻ ഫാമിലി റിലേറ്റീവ്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ കുറച്ചധികം ഡ്രസ്സുകൾ ഇന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ പ്രോഡക്റ്റ് ഓരോന്നോരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ആദ്യമായിട്ട് എടുത്തേക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതൊരു സ്ലീവ്ലെസ് ആണ്. അതിൻ്റെ ഹൈ നെക്കാണ് വന്നിരിക്കുന്നത്. ദെൻ ബാക്കിലൊരു കുട്ടി ബട്ടൺ ഉണ്ട്, ചെറിയ ഹോളും കാര്യങ്ങളൊക്കെ ആയിട്ട് ബാക്കിലൊരു ബട്ടൺസ് ആണ് വന്നിരിക്കുന്നത്. പക്ക സ്ലീവ്ലെസ് ആണ് വന്നിരിക്കുന്നത്. ഇത് വന്നിട്ട് കോട്ടൺ തുണിയാണ്, പക്ഷേ ഒരു ഇന്നേഴ്സ് എന്തെങ്കിലും ഉപയോഗിക്കണം, കാരണം കട്ടിയില്ല. ആൻഡ് ഓൾസോ ലൈനിങ് ഇതിനകത്തില്ല. ദെൻ ഫ്രണ്ട് പോർഷൻ വന്നേക്കുന്നത് ഇവിടെ ഒരു ഇതുണ്ട്, ഇലാസ്റ്റിക് പോലെയാണ്. അപ്പം നല്ല സ്ട്രെച്ചബിൾ ആയിട്ട് വരും. നിങ്ങൾക്ക് ഏത് സൈസ് എടുത്താലും. ഞാൻ എടുത്തേക്കുന്ന സൈസ് എസ് ആണ്. എൻ്റെ 32 ഇഞ്ചസ് ആണ് വന്നേക്കുന്നത്. ഇത് വന്നിട്ട് മീഡിയം ആണ് കൊടുത്തേക്കുന്നത്. 38 ബസ് സൈസ് ആണ് വന്നേക്കുന്നത്. ദെൻ നമുക്കിവിടെ ഇലാസ്റ്റിക് ആയിട്ട് അത് മാനേജ് ആയി പൊക്കോളൂ. സൈസ് എടുക്കാനെടുത്തപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നുകൊണ്ടാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ. ഫുള്ളി മാക്സി ഡ്രസ്ഡ് ആണ്. ദെൻ ഇതിനകത്ത് കുട്ടി കുട്ടി ബ്ലോക്ക് പ്രിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗോൾഡിഷ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പക്ക മെറൂണിഷ് കളറാണ്. അതിനകത്ത് ഗോൾഡൻ ഇതുപോലത്തെ വർക്കും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. റിസപ്ഷനും അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ അത്യാവശ്യം ഇപ്പോഴത്തെ കല്യാണങ്ങൾക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. സ്ലീവ്ലെസ് ആയിട്ട് ഇടുവാണെങ്കിൽ അത്രയും ഭംഗി. ദെൻ സ്ലീവ്ലെസ് അല്ലാത്തവർക്ക് ഇന്നേഴ്സോ അങ്ങനെ അല്ലെങ്കിൽ ജാക്കറ്റ്സൊക്കെ വെയർ ചെയ്യാം. ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ പെയർ ചെയ്യുവാണെങ്കിൽ ഇത് നല്ലൊരു ഡ്രസ്സിങ് ആയിരിക്കും. സ്ലീവ്ലെസ് ആയിട്ട് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അതാണ് കംഫർട്ടെങ്കിൽ സ്ലീവ്ലെസ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അതാണ് നല്ലത്. ഏറ്റവും ഭംഗി ഞാൻ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ സ്ലീവ്ലെസ് ഡ്രസ്സിനാണ് ഭംഗി. സ്ലീവ്ലെസ് അല്ലാതെ ജാക്കറ്റ്സൊക്കെ വെയർ ചെയ്യുമ്പം അതിൻ്റെ ലുക്ക് വേറെ മാറുവാണ്. ദെൻ ഇതാണ് ഫുള്ളി നീ ലെങ്ത് ഒന്നുമല്ല, ഫുള്ളി മാക്സി ഡ്രസ്സാണ്. നല്ല ലെങ്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഫുള്ളി മാക്സി ഡ്രസ്സാണ് വരുന്നത്. ഇതാണ് ആദ്യത്തെ ഡ്രസ്സ്. ദെൻ ഞാൻ പർച്ചേസ് ചെയ്ത അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. എൻ്റെ പൊന്നോ, ഇതാരും പർച്ചേസ് ചെയ്തില്ല. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ജീൻസിനൊക്കെ വെയർ ചെയ്യാൻ, എൻ്റെ പലാസയുടെ ഒക്കെ കൂടെ പെയർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളിയാണെന്നൊക്കെ ഓർത്താണ് ഞാൻ ബൈ ചെയ്തത്. പക്ഷേ ഇത് ഒന്നിനും കൊള്ളില്ല. മെറ്റീരിയൽ ക്വാളിറ്റി വെരി ബാഡ്. ഒരു ഔട്ട് ഓഫ് 10 ഒരു 3 മാർക്സ് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ക്വാളിറ്റി വൈസ് വെരി ബാഡ്. ഇങ്ങനെ കാര്യം ഇതുപോലത്തെ നമ്മുടെ ബാക്ക് ടൈറ്റ് ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട്. ആൻഡ് ഇതിൻ്റെ ഒരു മോഡൽ എന്ന് പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് പറ്റും ഇങ്ങനെ ഓപ്പണിങ് കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജീൻസോ അല്ലെങ്കിൽ പലാസോ ഒക്കെ വെയർ ചെയ്യുവാണെങ്കിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ട് കിടക്കും. ഇതിനിവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലെ തന്നെ ആ പ്രിൻറ്റ് കൊടുത്തേക്കുന്നത് തന്നെ ബട്ടൺസും കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. കാണാൻ വീഡിയോയിലൊക്കെ നല്ല ഭംഗിയൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ നേരിട്ട് സാധനം കയ്യിൽ കിട്ടുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ നേരിട്ട് ഒരാൾ മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇടാൻ പറ്റിയ ഒരു ഡ്രസ്സായിട്ട് എനിക്ക് തോന്നുന്നില്ല. ദെൻ പ്രൈസ് റേഞ്ചിലൊക്കെ നല്ല കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇതിനൊന്നും പ്രൈസ് റേഞ്ച് ഓർക്കണില്ല. പ്രൈസും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം. പിന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് എടുത്ത് പർച്ചേസ് ചെയ്യാം കേട്ടോ. എല്ലാം ഒരു 500-നുള്ളിലും 600-നുള്ളിലൊക്കെ ആയിട്ടാണ് ഞാൻ ബൈ ചെയ്തിരിക്കുന്നത്. പിന്നെ മാക്സിമം പോയിട്ടുണ്ട് 700. അതിൻ്റെ അപ്പുറത്തോട്ട് ഒട്ടും പോയിട്ടില്ല. അപ്പോൾ ഇതാണ് ഈ പ്രൊഡക്റ്റിൻ്റെ ഒരു ഇത്. നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് കേട്ടോ. പക്ഷേ ഒരു ഗുണമുണ്ട് കേട്ടോ. ഒരു കാര്യമുണ്ട്, എത്ര വേണേലും ഉപയോഗിക്കാം. കാരണം ഇത് പോകില്ല, ഒരു കാലത്തും പോകത്തില്ല. വല്ല ഉരുകിപ്പോയാൽ മാത്രമേ ഈ മെറ്റീരിയൽ പോവുള്ളൂ. അതർവൈസ് ഈ മെറ്റീരിയൽ എത്രത്തോളം നാൾ വേണമെങ്കിലും ലാസ്റ്റ് ചെയ്യും. കാണാൻ വലിയ മെനയൊന്നും ഇല്ലെങ്കിലും പിന്നെ ഫോട്ടോയ്ക്കും കാര്യങ്ങൾക്കും ഇതുപോലെ വീഡിയോ പർപ്പസിനൊക്കെ ആ ഒരു ഡ്രസ്സ് നല്ലതാണ്. നമുക്ക് 3 മാർക്സിൻ്റെ അപ്പുറത്തോട്ട് ആ ഡ്രസ്സിന് കൊടുക്കാനില്ല കേട്ടോ. നമുക്ക് പർച്ചേസ് ചെയ്ത അടുത്ത പ്രൊഡക്റ്റാണ് ഇതാട്ടോ. ആ പ്രൊഡക്റ്റ് ഇതിനകത്ത് 3 കളേഴ്സാണ് വന്നിരിക്കുന്നത്. മഞ്ഞയും പച്ച നീല അങ്ങനെ 3 കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. ജീൻസിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ അടിപൊളി സാധനമാണ്. ഇതും സ്ലീവ്ലെസ് ആണ്. ജാക്കറ്റ്സ് വല്ലതും യൂസ് ചെയ്യാൻ, അതർവൈസ് നിങ്ങൾക്ക് ഇന്നേഴ്സ് യൂസ് ചെയ്യുക.
നല്ല മെറ്റീരിയലാണ്, കാണാനും ഭയങ്കര ക്യൂട്ടാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണുമ്പോൾ ക്യൂട്ടായിട്ട് തോന്നുന്നു, നേരിട്ട് നല്ലതാണ്. കാരണം ഈ യെല്ലോയിഷ് വീഡിയോയിൽ വേറെ കളറായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇത് ശരിക്കും മസ്റ്റാർഡ് യെല്ലോ ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്, വീഡിയോയിൽ വേറെ കളറായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ മൂന്നും ഇത്രയും മേടിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ പ്രൊഡക്റ്റ് കേട്ടോ. നല്ല ക്യൂട്ടസ്റ്റ് ആയിട്ടുള്ള കളറാണ്. then ഇവിടെ വന്നൊക്കെ ഫ്രില്ലഡാണ്. ഇത് കോട്ടൺ മെറ്റീരിയൽ കേട്ടോ. ഇതിന് ലൈനിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ദെൻ നമുക്ക് നല്ല മെറ്റീരിയലായിട്ട് ഉപയോഗിക്കാം. അതായത് ഒരു ഷോർട്ട് ടോപ്പായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ജീൻസിൻ്റെയൊക്കെ കൂടെ. അതായത് ഒരു മുട്ടിൻ്റെ തൊട്ട് മണ്ടയിലായിട്ടോ അല്ലെങ്കിൽ മുട്ടിന് ആ കറക്റ്റ് അവിടം വരെ ആയിട്ട് കിടക്കുന്ന ഒരു ഡ്രസ്സ്. റേറ്റ് വന്നിട്ട് 500 അതിൻ്റെ ഉള്ളിലാണ്ടാന്ന് തോന്നുന്നു, ഓർക്കുന്നില്ല ശരിക്കും. നല്ല മെറ്റീരിയലാണ്. ഇവിടെ ഗ്യാദേഴ്സും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ബാക്കിലൊരു കുട്ടി ബട്ടൺ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ബട്ടൺസ് ആണ് വന്നിരിക്കുന്നത്. ദെൻ സ്ലീവ്ലെസ് ആയിട്ട് വന്നിട്ട് അവിടെ ഈ കൈയുടെ ഈ പോർഷനിലും ഇതുപോലെ തന്നെ ഗ്യാദേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടാണ് ഗ്യാദേഴ്സും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. പിന്നെ ഇതിന് തട്ടായിട്ട് ഇങ്ങനെ പോയേക്കാണ് കണ്ടോ. ഇവിടെയും ഫ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ ഞൊറിച്ചലായിട്ട് ഇട്ടേക്കാണ്. ഇങ്ങനെ 3 ഷെയ്ഡ്സ് ആണ് വന്നേക്കുന്നത്. നല്ല ഒരു പ്രൊഡക്റ്റ് ആട്ടോ. നമുക്ക് ഔട്ട് ഓഫ് 10ൽ 10 മാർക്സ് തന്നെ കൊടുക്കാം. നല്ല പ്രൊഡക്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. നമുക്കിനി അടുത്ത പ്രൊഡക്റ്റ് കാണാം. അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ കുറേ നാളായിട്ട് ഞാൻ കാണുന്നൊരു പ്രൊഡക്റ്റാണ്. ഞാൻ ഇതിന് മുമ്പ് ബൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് ആ പ്രൊഡക്റ്റ് മാറി വേറെ പ്രൊഡക്റ്റാണ് അന്ന് വന്നത്. പക്ഷെ അന്ന് റിട്ടേൺ വേണമെന്നുള്ള ഒരു രക്ഷയില്ലായിരുന്നു. റിട്ടേൺ പോലും പോകാതെ അതെനിക്ക് പോസ്റ്റായിട്ട് കിട്ടിയൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം ഞാൻ പിന്നെയും ഇതിൻ്റെ ഫോട്ടോ കാണുമ്പോൾ എനിക്കിത് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ട് ഞാൻ വാങ്ങിയൊരു ഡ്രസ്സാണ് ഈ ഒരു ഡ്രസ്സ്. ഇത് കണ്ടോ, ഇത് വന്നിട്ട് ലൈൻസും കാര്യങ്ങളൊക്കെയാണ്. നല്ല മെറ്റീരിയലാണ്, ഭയങ്കര സോഫ്റ്റായിട്ട് ക്രേപ്പ് തുണിയാണ്, ഭയങ്കര സോഫ്റ്റ്. പണ്ടത്തെ നമ്മുടെയൊക്കെ ഓയിൽ സാരി ഉണ്ട് അമ്മമാർ കൊടുക്കുന്ന ആ ഒരു ടൈപ്പ് തുണിയാണ് ഇത് വന്നേക്കുന്നത്. ഇതിനകത്ത് ഗ്രേ ആൻഡ് ബ്ലൂ കളറാണ് കോംബോ വന്നേക്കുന്നത്. നല്ല ഡ്രസ്സാണ്. ഇത് ഫുള്ളി മാക്സി ഡ്രസ്സാണ്. ആൻഡ് ഇതിന് ലൈനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഞാൻ സൈസ് എസ് ആണ് എടുത്തേക്കുന്നത്. 400 രൂപയ്ക്ക് ഉള്ളിലാട്ടോ. എനിക്ക് തോന്നുന്നു 375 രൂപ അങ്ങനെയാണ്ടേ ഉള്ളൂ. നല്ല പ്രോഡക്റ്റ്. 375 രൂപയ്ക്ക് മാക്സി ഡ്രസ്സ് അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഈ ഡ്രസ്സിൻ്റെ ഒരു സ്ട്രക്ചർ വന്നേക്കുന്നത്. കണ്ടോ, ഇവിടെ ഹിപ്പിൻ്റെ ഇവിടെയായിട്ട് നമുക്ക് ബെൽറ്റ് ഇടാനായിട്ട് ഒരു ബെൽറ്റും അവർ തരുന്നുണ്ട്. അതുപോലെ തന്നെ 375 400 രൂപയ്ക്ക് ബെൽറ്റും ഉടുപ്പും എല്ലാം ഉണ്ട്. എക്സ്ട്രാ ആയിട്ടൊന്നും വേണ്ട. ഇത് ഫുള്ളി മാക്സി ഡ്രസ്സാണ്, ഫുള്ളി മാക്സിയാണ്. ആൻഡ് ഒരു മുട്ടിന് താഴെ വരെയുള്ള പോർഷൻ വരെ ലൈനിങ് ഉണ്ട്. ദെൻ ബാക്കി നമുക്ക് ഈ നൈസായിട്ടുള്ള മെറ്റീരിയലാണ്. നല്ല മെറ്റീരിയലാണ്, ക്വാളിറ്റി നൈസാണ്. നല്ല മൊത്തത്തിൽ ആവറേജ് ഒരു 9 ഔട്ട് ഓഫ് 10 കൊടുക്കും. കാരണം അതിനകത്ത് കുറ്റമൊന്നും പറയാനില്ല. നല്ലതാണ്, നല്ല വർക്ക്, നല്ല ഡിസൈൻ, നല്ല പാറ്റേൺ ആൻഡ് നല്ല മെറ്റീരിയലുമാണ് വന്നേക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു ഹിപ്പിൻ്റെ ഇവിടുന്ന് വന്നേക്കുന്ന ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഒന്ന് മടക്കി ഇങ്ങനെ നമ്മുടെ പണ്ട് സ്കേർട്ടൊക്കെ തയ്ച്ചിടുന്ന പോലത്തെ ഒരു മോഡലിലാണ് വന്നേക്കുന്നത്. പിന്നെ ഞാൻ ബൈ ചെയ്തിരിക്കുന്നത് ഒരു കുർത്ത സെറ്റാണ്. എനിക്ക് ഈ ഡ്രസ്സ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ വാങ്ങിയതാണ്. പിങ്കിൽ ഒരു കുർത്ത സെറ്റ്, പിങ്ക് ആൻഡ് വൈറ്റ് ആണ് കോംബോ, അടിപൊളിയാണ്. ഇതാണ് അതിൻ്റെ പാൻറ്റ് വന്നിരിക്കുന്നത്. ഇത് വന്നിട്ട് പെൻസിൽ ബോട്ടം പാൻറ്റാണ്. നമുക്ക് ടോപ്പിൻ്റെ ഒരു ഇത് നോക്കാം. ഇത് വന്നിട്ട് സ്മോൾ സൈസാണ് വന്നിരിക്കുന്നത്. ആൻഡ് കോളറാണ് വന്നിരിക്കുന്നത്. ദെൻ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ എന്ന് പറഞ്ഞേക്കുന്നത്. ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് തന്നെ ഈ ഫ്രണ്ടിൽ കൂടെ താഴോട്ട് വരെ ബട്ടൺസ് സ്ക്വയർ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ആ സ്ക്വയർ ബട്ടൺ തന്നെ ഇവിടെ ഇത് കണ്ട കൈയുടെ ഇവിടെയും ഇങ്ങനെ ഫ്രണ്ടിൽ കൊടുത്തേക്കുന്ന ആ ഒരു ബട്ടൺസ് ഇവിടെ സ്ലീവിൻ്റെ ഇവിടെയും കൊടുത്തേക്കുന്നുണ്ട്. നല്ല അത്യാവശ്യം നല്ല ലെങ്ത് തന്നെ ഉണ്ട്. എനിക്ക് നല്ല ലെങ്തിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ അറ്റം ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മെറ്റീരിയലുമാണ്, കാണാനും നല്ലതാണ്. ഇതിൻ്റെ ഒരു ബോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പെൻസിൽ ബോട്ടമാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇവിടെ പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുണ്ട്, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ബാക്കിൽ എലാസ്റ്റിക് ആൻഡ് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിങ്ങനെയാണ് വന്നിട്ട് പെൻസിൽ ബോട്ടം ആണ്. ആൻഡ് ഇവിടെ ഒരു കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് വന്നിട്ട് ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്യണം കാലിൻ്റെ പാട്ട് വന്നിട്ട്, കാരണം അത്രയും വണ്ണമില്ല. ഇച്ചിരി കൂടെ ഒത്തിരി അങ്ങ് ടൈറ്റ് ആക്കാതെ ഇച്ചിരി ലൂസിൽ കിടക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ഇതാണ് ഈ കുർത്ത സെറ്റ്. ഈ കുർത്ത സെറ്റിന് ഏകദേശം ഒരു 700 രൂപ റേഞ്ചിലുള്ളതാണ് കേട്ടോ. അപ്പം കറക്റ്റ് പ്രൈസ് ഞാൻ മെൻഷൻ ചെയ്തേക്കാം സ്ക്രീനിൽ ഇവിടെ. പിന്നെ ഞാൻ അടുത്ത് ട്രൈ ചെയ്തിരിക്കുന്ന ഒരു കഫ്താൻ ഡ്രസ്സാണ്. ഇതാണ് ആ ഒരു മോഡൽ വന്നേക്കുന്നത്. കഫ്താൻ വന്നിട്ട് പക്ക കോട്ടൺ, ശരിക്കും ഒരു ബെഡ്ഷീറ്റിൻ്റെ ഒരു കട്ടിയില്ല, അത്രയും കട്ടിയിൽ നല്ല കോട്ടൺ പീസാണ് വന്നിരിക്കുന്നത്. നല്ല കട്ടിയുണ്ട് ഇതിൻ്റെ അറ്റത്തൂടെ ഇങ്ങനെ ഒരു ലേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ക്യൂട്ടായിട്ട് തന്നെയാണ് ലേസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ദെൻ 6 ഷേപ്പിലുള്ള ഒരു വർക്കാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് ഒരു വി നെക്കാണ് വന്നിരിക്കുന്നത്, വി നെക്ക്. ആൻഡ് ഇവിടെയാണ് നമ്മുടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് എത്രത്തോളം വേണമെങ്കിലും ഇവിടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് ഇതിൻ്റെ ഇടയിലൂടെ, അതായത് ഈ സ്പേസിലൂടെയാണ് ഇതിൻ്റെ
ഈ കൈ ഞാൻ വെച്ചേക്കുന്ന ഈ പോർഷനിലൂടെയാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് പോയേക്കുന്നത്. ആൻഡ് ഇവിടെയാണ് നമുക്ക് കഫ്താൻ ഷേപ്പിൽ ഇങ്ങനെ കിടക്കും. ആക്ച്വലി ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന ഫുൾ ലെങ്ത് കഫ്താനാണ്, പക്ഷേ എനിക്ക് വന്നിട്ട് ഫുൾ ലെങ്ത് ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ സ്നാപ്ഡീലിൽ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്ത കുറേ പ്രൊഡക്റ്റ്. സ്നാപ്ഡീൽ നല്ലൊരു ചോയ്സാണ്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ കളക്ഷൻസ് അതിനകത്തുണ്ട്. നല്ല മെറ്റീരിയലും ക്വാളിറ്റിയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോയിലെ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് എടുത്ത് പർച്ചേസ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ബൈ.